എന്തൊക്കെ ബഹളമായിരുന്നു. പിരിവം പൊക്കുന്നു, കമ്പാക്ക് അടിക്കുന്നു, പിരിവം പൊക്കുന്നു, കമ്പാക്ക് അടിക്കുന്നു. അവസാനം പിരിവും പൊങ്ങിയില്ല, ഒരു കുന്തവും പൊങ്ങിയില്ല. സാധാരണ വർക്കാവുന്നതായിരുന്നു, ഇന്നെന്ത് പറ്റിയോ എന്തോ. അല്ലെങ്കിൽ ആവശ്യമുള്ള സമയത്തൊന്നും പൊങ്ങൂലല്ലോ. ലാസ്റ്റ് ഡാൻസ് കളിക്കാൻ വന്ന ഞാൻ ഇതിപ്പോൾ സ്റ്റെപ്പ് ഇടുന്നതിന് മുമ്പേ പാട്ട് തീർന്നു പോയ അവസ്ഥയായിപ്പോയി. എൻ്റെ അടവുകളൊക്കെ ആരോ അവന്മാർക്ക് വിളിച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഡാ ഗബ്രിയലെ, നീയല്ലേടാ ഹാളണ്ടിനെ പൂട്ടിക്കോളാന്ന് ഏറ്റത്. 80 മിനിറ്റ് വരെ ഞാൻ പിടിച്ചു നിന്നതാ. ഒന്ന് കണ്ണ് തെറ്റിയപ്പോഴത്തേക്കും അവൻ 2 അടിച്ചിട്ട് പോയി. കഴുകാനാണവൻ തക്കം പാർത്തിരിക്കുമായിരുന്നു മാടൻ. ഇനി ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? തോറ്റത് തോറ്റു. എന്തായാലും ഒരു ഗോൾ അടിക്കാൻ പറ്റി. ഈ ഷൈജു ദാമോദരനൊക്കെ പറയുന്ന പോലെ കാലം കാത്തു വെച്ച കാവ്യനീതി. വിനി, നടാ എൻ്റെ സാമ്രാജ്യത്തിൻ്റെ കീയും ബാധ്യതകളുടെ ലിസ്റ്റും എല്ലാം ഇനി നീ തീർക്കണം. ഇത്ര അധികം ബാധ്യത കുറെ വാങ്ങി കൂട്ടിയിട്ടുണ്ടല്ലോ, അതിൻ്റെ ലിസ്റ്റാ. മെസ്സി കറക്റ്റ് സമയം. ഹലോ, അറിഞ്ഞില്ലേ ഞങ്ങളുടെ ഡാൻസൊക്കെ തീർന്നു? അറിഞ്ഞ് നീ വിരമിക്കുവാന്നും കേട്ട്. ഇനി ഒരു അംഗത്തിനുള്ള ബാല്യമില്ല. എനിക്ക് വയസ്സ് 39, CR7 മോഡ്രിച്ചിന് 41, നിനക്ക് 34 ആയുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് ആർക്കും പരിക്കിന്റെ പ്രശ്നമൊന്നും ഇല്ലല്ലോ. എന്റെ ദേഹത്തിന് കത്തി വെക്കാത്ത സ്ഥലമൊന്നും ഇല്ല. എന്നാലും ഇച്ചിരി നേരത്തെ അല്ലടാ, കുറച്ചൊന്ന് ഫിറ്റ്നസ് നോക്കിയാൽ നിനക്ക് അടുത്ത വേൾഡ് കപ്പും കളിക്കാം. ഇതിപ്പോ എല്ലാവരുടെ പറഞ്ഞ് ലാസ്റ്റ് ഡാൻസ് എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് ഇട്ടതല്ലേ, അതിലൊന്നും വലിയ കാര്യമില്ലടാ. ഒരു 10 വർഷം മുമ്പ് ഞാൻ വിരമിച്ചതാ. പിന്നെ നടന്ന് എന്തോന്ന് ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. മനസ്സ് സമ്മതിച്ചാലും ശരീരം സമ്മതിക്കുമെന്ന് തോന്നുന്നില്ലെണ്ണ. നീ ഒന്ന് ഇരുത്തി ചിന്തിക്ക്. അറ്റ്ലീസ്റ്റ് എന്റെ ഫാൻസിന് വേണ്ടിയിട്ട് ഒരു കോപ്പ അമേരിക്കെങ്കിലും കളിക്കട്ടെ. ശരി എന്നാ ഞാൻ വിളിക്കാം. ഇന്നിനി CR7 കാര്യം എന്താണോ എന്തോ. ഓക്കേടാ ബൈ. ഓക്കെ അണ്ണാ. അങ്ങനെ ആ ചാപ്റ്റർ ക്ലോസ് ആയി.